ഫ്രണ്ട്സ് വെൽക്കം ടു ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ പേര് സത്യനാരായണൻ എന്നാണ്, സ്വദേശം കാസർഗോഡാണ്. ഓക്കെ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികൾ പഴയ വീഡിയോസ് എല്ലാം കാണുക. ഹെയർ ട്രാൻസ്പ്ലാന്റ് മാത്രമായിട്ട് ഒരു സബ്ജക്റ്റായി ചെയ്യുന്ന വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഞാൻ സെൽഫ് ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. 2019 ഞാൻ സർജറി ചെയ്തത്. ഒക്ടോബറിലാണ് എൻ്റെ ഫസ്റ്റ് സർജറി. 2020 ജൂലൈയിലാണ് എൻ്റെ സെക്കൻഡ് സർജറി. ഓക്കെ, ഫസ്റ്റ് സർജറിയിൽ യൂസ് ചെയ്ത് 5000 ഗ്രാഫ്റ്റാണ്. തലയുടെ ബാക്ക് സൈഡ്, ബീഡ്, ചെസ്റ്റെല്ലാം യൂസ് ചെയ്തിട്ടാണ് ആദ്യം ചെയ്തത്. ഞാൻ 7 ഗ്രേഡ് ബാൾഡായിരുന്നു കേട്ടോ. ദാറ്റ്സ് മൈ പ്രീവിയസ് ഫോട്ടോ ഐ എം ഷോയിങ്. ആൻഡ് അതിനുശേഷം ഞാൻ സർജറി ആദ്യം ചെയ്തത് പൂനെയിലാണ്. ആ സെയിം ഡോക്ടേഴ്സ് ആൻഡ് ടീം കൊച്ചിയിൽ ക്ലിനിക്ക് ഓപ്പൺ ചെയ്തു. ആൻഡ് അതിനുശേഷം സെക്കൻഡ് സിറ്റിംഗ് കൊച്ചിയിൽ ചെയ്തു. ആൻഡ് സെയിം ക്ലിനിക്ക് തിരുവനന്തപുരത്ത് ഓപ്പൺ ചെയ്തു. അതേപോലെ തന്നെ കോഴിക്കോട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു ട്രാൻസ്പ്ലാന്റ് ഡീറ്റെയിൽസ്. എന്നാലും ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്. വർക്ക് ചെയ്യുന്നത് USA അമേരിക്കയിലാണ്. ആൻഡ് IT ഫീൽഡാണ്. ഓക്കെ, സോ ഇദ്ദേഹം ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് 2022 ആ സമയത്താണ്. ഓക്കെ, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. ഞാൻ കാസർഗോഡാണെന്ന് പുള്ളി പറഞ്ഞു. ഞാൻ US പറഞ്ഞു. ടർക്കിയിലേക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ വീഡിയോ കണ്ടത് എന്ന രീതിയിലാണ് സംസാരിച്ചു. ആക്ച്വലി ഹിസ് കേസ് ഇസ് ക്വൈറ്റ് ഡിഫറെൻ്റ് ആണ്. കാരണം 7 ഗ്രേഡ് എന്ന് വേണം പറയാം. കാരണം ഡോണർ ഏരിയ വളരെ വീക്കായിരുന്നു. ഐ ഷോ ഹിസ് പ്രീവിയസ് ഫോട്ടോസ്. വലിയ ഹെഡ് സൈസാണ്. ഹെഡ് സൈസ് കുറച്ച് വലുതാണ്. ആൻഡ് ഡോണർ അത്ര സ്ട്രോങ് ഡോണർ അല്ല. സിൽക്കി ഹെയർ ആണ്. സോ ഇങ്ങനത്തെ കേസുകൾ ചെയ്യുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള പ്ലാനിങ് വേണം. ഒറ്റയടിക്ക് തന്നെ ഫുള്ളായിട്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. കാരണം ഹെഡ് സൈസ് വലുതാണ്. ഹെയറിൽ കുറേ ഇറക്കരുത്. ഈസ് ഏജ് ആൾസോ മോർ ദാൻ 50 ഐ തിങ്ക്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മളൊരിക്കലും അറിയാതെ ഒരാളെ കൊണ്ട് സർജറി ചെയ്യിപ്പിക്കരുത്. അത് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അങ്ങനെ അദ്ദേഹം സർജറി ചെയ്ത് ഫസ്റ്റ് സർജറി ചെയ്തത് 4100 ഗ്രാഫ്റ്റാണ്. 4100 ഗ്രാഫ്റ്റാണ്. സീ ദ സർജറി ഡീറ്റെയിൽസ്. നല്ല രീതിയിൽ ഹെയർ ലൈൻ വരച്ചിട്ടുണ്ട്. ആൻഡ് 7 ഗ്രേഡ് പേഷ്യൻ്റ് ആയതുകൊണ്ട് ആ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് 1 ഇയർ കഴിഞ്ഞപ്പോഴും നല്ല റിസൾട്ട് വന്നു. ഈ പുള്ളിക്ക് തന്നെ അത്ഭുതമായി ഇപ്പോൾ റിസൾട്ട് കാണുമ്പോൾ. സോ വൺ ഓഫ് ദ ബെസ്റ്റ് റിസൾട്ട് ഹി ഗോട്ട്. സീ ദ റിസൾട്ട്സ്. സോ ഹി ഈസ് വെരി സാറ്റിസ്ഫൈഡ് ആൻഡ് ഹി വാണ്ട് ടു ഡു ദ സെക്കൻഡ് സിറ്റിംഗ്. അങ്ങനെ 2ാമത്തെ സിറ്റിംഗ് സർജറി ചെയ്യാൻ വന്നു. 2ാമത്തെ സിറ്റിംഗ് റീസെൻ്റ്ലി ചെയ്തതാണ്. ഓക്കെ, ക്രൗൺ ഏരിയ ഫില്ലിംഗ് ചെയ്തു. ആൻഡ് ടോട്ടൽ ഗ്യാപ്സ് ഒക്കെ എവിടെയൊക്കെയാണ് അവിടെ ഫില്ല് ചെയ്തു. 2800 ഗ്രാഫ്റ്റിനടുത്താണ് സെക്കൻഡ് സിറ്റിംഗ് സർജറി ചെയ്തത്. അപ്പോൾ സെക്കൻഡ് സിറ്റിംഗ് സർജറി കഴിഞ്ഞ ശേഷമാണ് നമുക്കൊരു വീഡിയോ തന്നത്. ഓക്കെ, ആ വീഡിയോ നമുക്ക് ഈ ഒരു വീഡിയോ അടുത്ത പാർട്ടിൽ പ്ലേ ചെയ്യാം. ഓക്കെ, ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, കുറേ ആൾക്കാർ നമ്മളുടെ US അല്ലെങ്കിൽ കാനഡ UK ആൾക്കാർ കുറേ ആൾക്കാർ ടർക്കിയിലേക്ക് പോയിട്ടാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. റീസെൻ്റ്ലി ടർക്കി എന്താ സംഭവം എന്ന് വെച്ചാൽ ടർക്കിയിലൊക്കെ ഹെയർ ട്രാൻസ്പ്ലാന്റ് നല്ലതുണ്ടാവും, മോശമാണ്. പക്ഷേ ഇപ്പോൾ അതൊരു കമേഴ്ഷ്യലാണ്, ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്. വളരെ കെയർഫുൾ ആയിരിക്കാം. കാരണം നമ്മളുടെ ഡോണർ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഗ്രാഫ്റ്റ് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് നമ്മളൊരു പേഷ്യൻ്റായിട്ട് പോകുമ്പോൾ അവർക്ക് മാക്സിമം ഗ്രാഫ്റ്റ് എടുക്കുക. പിന്നീട് നമ്മൾ അവിടെ വരുമോ ഇല്ലയോ എന്ന് അവർക്കറിയില്ല. അതുകൊണ്ട് മാക്സിമം നമ്മളെ യൂട്ടിലൈസ് ചെയ്യും. എത്ര എടുക്കാൻ പറ്റും അത്ര എടുക്കും. അങ്ങനത്തെ കേസിൽ പിന്നീട് സെക്കൻഡ് സിറ്റിംഗ് ചില ആൾക്കാർക്ക് പോസിബിൾ ആവുന്നില്ല. ഡോണറിന് വേസ്റ്റാണ്, അനാവശ്യമായിട്ട് സർജറി ചെയ്യാണ്, ആവശ്യമില്ലാത്ത കേസുകൾ സർജറി. അതുകൊണ്ട് ബി കെയർഫുൾ. എപ്പോഴും നമ്മൾ എന്താ പറയുക, ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം ഇത് ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ചെയ്യാൻ പറ്റില്ല. നമ്മളെ ഡോണർ ഏരിയ ഒരു ഗ്രാഫ്റ്റ് പോയതാണ്. ഡോണർ ഏരിയ ഒരു ഗ്രാഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാണ് വെക്കുക അവിടെയാണ് വളരുക. നമുക്ക് അദ്ദേഹം ഒരു വീഡിയോ തന്നിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് നമുക്ക് കേൾക്കാം. അതിനുശേഷം തിരിച്ചു വരാം. പോകട്ടത് വീഡിയോ. എൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്. ഞാൻ സ്വദേശം കാസർഗോഡ്. വർക്ക് ചെയ്യുന്നത് US കാലിഫോർണിയ എന്നുള്ള സ്ഥലത്ത്, ലോസ് ഏഞ്ചൽസിനടുത്താണ് എൻ്റെ വീട്. അപ്പം എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ജേർണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 6 to 8 ഇയേഴ്സ് ബാക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ ഇതിനെന്താ പരിഹാരം, ഉപയോഗിക്കാത്ത സാധനങ്ങളില്ല, കൂടുതലായിട്ട് ഓയിൽസ്, എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട്, പിന്നെ ഒന്ന് ലേസർ ലൈറ്റ്സ് വെച്ചിട്ട് ഹെയർ ഗ്രോ ചെയ്യാൻ പറ്റും, അത് ട്രൈ ചെയ്തു. എക്സ്പെൻസീവ് ട്രീറ്റ്മെൻ്റ് ആണ് അതൊക്കെ ചെയ്തിട്ടും ഒരു ഫലം കണ്ടെത്താത്ത സമയത്താണ് ഞാൻ നമ്മുടെ കാസർഗോഡ് തന്നെയുള്ള എൻ്റെ സുഹൃത്ത് സത്യനാരായണൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി യൂട്യൂബ് ചാനൽ കാണാൻ തുടങ്ങിയതും. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരു 5000 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം സത്യനാരായണനായിട്ട് ഞാൻ സംസാരിച്ചു. പുള്ളിയുടെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ആ ഒരു ജേർണീനെ പറ്റിയിട്ടും എങ്ങനെ സത്യനാരായണൻ എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കിനെ പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല, ഇവിടുന്ന് ചെയ്തെന്നുള്ളത്. യു ചൂസ് യുവർ ക്ലിനിക് ബട്ട് ഡു ദ സ്റ്റഡി, അതെല്ലാം പറഞ്ഞു. പക്ഷേ വൺസ് സത്യനാരായണൻ ഓൾസോ ഗോട്ട് the confident on the clinic, that is large density
പൂനെ. ദാറ്റ്സ് വെയർ അവിടെയാണ് സത്യനാരായണൻ്റെ സർജറി കഴിഞ്ഞിരിക്കുന്നത്. അത് ഒരു കോൺഫിഡൻറ്റ് കൂടുതൽ കൂട്ടുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ in between I explored all the areas, like what doctors available, what type of clinic. I read about Dr. Jadhav because he got many awards on this. അപ്പോൾ ആ സക്സസ് സ്റ്റോറി കണ്ടതിന് ശേഷവും ഓരോ പ്രാവശ്യം സത്യനാരായണൻ ചെയ്ത ആൾക്കാരെ തേടി പിടിച്ചിട്ട് പോയിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നതൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് വന്നു. അത് 2 ടൈപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. ഒന്ന് ഡോണ്ട് കെയർ അബൌട്ട് ബാൾഡ്, അതായത് ജസ്റ്റ് ഷേവ് ചെയ്തിട്ട് അങ്ങനെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒന്ന് മുടി വേണം എന്നുള്ളത് ഒരാഗ്രഹമുള്ളത്. അപ്പോൾ എനിക്കൊരു മുടി വേണം എന്നുള്ള കാറ്റഗറിയിലാണ്. അതായത് ഇറ്റ് വാസ് ബ്രിങ്ങിങ് ഡൗൺ മൈ കോൺഫിഡൻസ്. ഐ എം വർക്കിംഗ് ഇൻ IT അപ്പോൾ അതിൽ ഇപ്പം മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിലും അതല്ലെങ്കിൽ മുടിയുള്ള ആൾക്കാർ നമ്മളെ കഷണ്ടി എന്ന് വിളിക്കുന്ന ഒരു അവസരങ്ങളെല്ലാം വന്നിട്ടുണ്ട് കുറേ പ്രാവശ്യം. അതെല്ലാം ഭയങ്കര ഹേർട്ടിംഗ് ആണ്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരാളെയും അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ ആ ഒരു സംഭവങ്ങളെല്ലാം കൂടിയിട്ട് എനിക്കിത് ചെയ്താലേ പറ്റൂ എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. പിന്നെ ക്ലിനിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോവിഡ് ടൈമിലാണ് ഞാൻ ആദ്യം ബുക്ക് ചെയ്തത്. ഞാൻ എന്നിട്ട് കാസർഗോഡ് നിന്ന് ആസ് ഐ മെൻഷൻഡ് ഞാൻ US വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 years ബാക്കിൽ ആ കോവിഡ് ടൈമിൽ ഇവിടത്തേക്ക് ട്രാവൽ ചെയ്തു. ഇവിടെ എത്തുമ്പോഴേക്കും എൻ്റെ RT-PCR റിസൾട്ട് വന്നു. അത് കോവിഡ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ചെയ്യാതെ തിരിച്ചു പോകേണ്ടി വന്നു. പിന്നെ ഞാൻ വീണ്ടും 2 years കഴിഞ്ഞിട്ട് 2023 ഇവിടെ വന്ന് ചെയ്തു ഫസ്റ്റ് പ്രൊസീജിയർ. ഞാൻ 6th grade ബാൾഡാണ്. അപ്പോൾ ജാദവ് ഡോക്ടറാണ് എൻ്റെ ഹെയർ ലൈൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റിൻ്റെ ആ ഒരു പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കംഫർട്ടബിൾ ആക്കിയിട്ട് ഏത് രീതിയിലാണ് എന്നെ ആ ഒരു ബാൾനെസ് ഒഴിവാക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തു. വെൽ സാറ്റിസ്ഫൈഡ്. കുറച്ച് സ്ഥലങ്ങളിൽ സെൻട്രൽ ക്രൗൺ ഏരിയയിൽ എനിക്ക് മുടി ഉണ്ടായിരുന്നു, അവിടെ ചെയ്തിരുന്നില്ല. കാരണം വെച്ചാൽ ദർ ഇസ് ഹെയർ ദെയർ. പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ ആ ചെയ്യാത്ത സ്ഥലത്തും ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ എനിക്ക് സെക്കൻഡ് സിറ്റിംഗ് ഡോക്ടർ മുമ്പേ പറഞ്ഞിരുന്നു, ഇൻ കേസ് ഇഫ് യു വാണ്ട് സെക്കൻഡ് സിറ്റിങ്സ് നമുക്ക് അവിടെ ചെയ്യാം അത് പോയിട്ടുണ്ടെങ്കിൽ എന്നുള്ളത്. ആ ഒരു ഫസ്റ്റ് ഫേസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ സെക്കൻഡ് സിറ്റിങ്സ് വളരെ സ്മൂത്തായിരുന്നു. കാരണം എനിക്ക് ഐ നോ വാട്ട് ടു എക്സ്പെക്ട്. പുള്ളിയുടെ ജാദവ് ഡോക്ടറുടെ ടെക്നീഷ്യൻസ് എല്ലാം വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അവർ ഫ്രം ദ ടൈം ഐ സ്റ്റാർട്ടഡ് എൻറോളിങ് ഫോർ മൈ സെക്കൻഡ് പ്രൊസീജിയർ അതുമുതൽ എൻ്റെ ഇപ്പം ഇന്ന് സർജറി കഴിയുന്നത് വരെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. എല്ലാവരും നല്ല ടോട്ടൽ വെരി ഗുഡ് കെയർ. ഈവൻ ഡോക്ടർ ജാദവ് ഇസ് എ ഡൗൺ ടു എർത്ത് മാൻ, സോ ഹീ ഈസ് very helpful. അപ്പോൾ overall I don't have any negative opinion to talk about. My confidence level from the first itself boosted. Now it's covering the complete hair. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഒരു 1500 to 2000 ആയിരുന്നു ഗ്രാഫ്റ്റ് ആ ഒരു ഫില്ല് ചെയ്യാനുള്ള. പക്ഷേ the result which I got is more than what I asked. ഞാൻ ആ ഒരു ഗ്യാപ്പ് മാത്രം ഫില്ല് ചെയ്യാനാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഡോക്ടർ എക്സ്ട്രാ ടൈം ഇട്ടിട്ട് ബാക്കിയുള്ള ഏരിയകളിലും എവിടെയൊക്കെ ഫില്ല് ചെയ്യണമെന്നിട്ട് ഹോൾ ഹെയറിൽ എൻ്റെ ഹോൾ ഹെഡിൽ എവിടെയൊക്കെയാണ് ബാൾ സ്പോട്ട് ഉള്ളത് അവിടെയൊക്കെ ഫില്ല് ചെയ്തിട്ട് 2800 ഗ്രാഫ്റ്റ്സ് എക്സ്ട്രാക്ട് ചെയ്തു. ഐ എം ഷുവർ ഐ എം ഗോയിങ് ടു ഗെറ്റ് എ വെരി ഗുഡ് റിസൾട്ട് ഔട്ട് ഓഫ് ദിസ്. ആൻഡ് ഇത് ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും ഇങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് അത് നല്ല പേടിയോടെ നിൽക്കുകയാണെങ്കിൽ, അതായത് ഈ സർജിക്കൽ പ്രൊസീജിയർ അത് പെയിൻഫുൾ ആണെന്ന് ഞാൻ പറയുന്ന ആ ഫസ്റ്റ് അനസ്തേഷ്യ തരുന്ന പെയിൻഫുൾ യു ഹാവ് ടു ബെയർ ബിക്കോസ് ദർ ഇസ് നോ ഗെയിൻ വിത്തൗട്ട് എ പെയിൻ. ഒരു പ്രൊസീജിയേഴ്സും പെയിൻഫുൾ അല്ല. വേറൊന്ന് ഇത് കഴിഞ്ഞിട്ട് പെയിൻ മെഡിക്കേഷൻ തരുന്നതുകൊണ്ട് 7 days until the hair wash, no issues, head wash, no issues. So it will be a smooth journey for you. Don't wait. Schedule your consultation. Go for it. You'll be a more happy person once you have done the hair transplant. Hair transplant ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ആ ഒരു വിഷമങ്ങൾ മാറിക്കിട്ടും. അത്രയേ ഉള്ളൂ. താങ്ക് യു. യെസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ.
അപ്പോൾ ആൾക്കാരുടെ ഫീഡ്ബാക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സർജറി ചെയ്ത ശേഷം സർജറി ഞാനിങ്ങനെ ചെയ്തതാണ് എൻ്റെ റിസൾട്ട്. കാരണം കുറേ ആൾക്കാർ പറയാറില്ല, ഒരുപാട് ആൾക്കാർ US നിന്ന് UK നിന്ന് വന്ന് ഇഷ്ടം ആൾക്കാർ സർജറി ചെയ്തിട്ടുണ്ട്, പക്ഷേ വീഡിയോസ് തരുന്ന ആൾക്കാർ കുറവാണ്. താങ്ക് യു വെരി മച്ച് ഫോർ ഗിവിങ് എ വീഡിയോ ഫോർ ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. കാരണം ഒരാളുടെ വീഡിയോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, എനിക്ക് റിസൾട്ട് കിട്ടി, എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. ഞാൻ വെറുതെ ഇരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ചാനൽ ഉണ്ടാവുമായിരുന്നില്ല, അതേപോലെ കുറേ ആൾക്കാർക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടില്ലായിരുന്നു. സോ ഞാൻ മുന്നോട്ട് വന്നൊരു വീഡിയോ ചെയ്തൊരു ചാനൽ തുടങ്ങി, അതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർക്ക് ഇത് ബെനിഫിറ്റ് ആയിരുന്നു. സോ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10 പേരോട് പറയുക ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്തുകൊണ്ട് വന്നതാണ് എന്ന് പറയുക, അല്ലാതെ ഇത് എണ്ണ കൊണ്ട് വന്നതാണോ മറ്റാണെന്ന് ഒരിക്കലും കള്ളം പറയരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി. ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരി എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതേപോലെ ഫേസ്ബുക്ക് പേജുണ്ട്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിൽ ഞാൻ ഷോർട്സാണ് കൂടുതൽ ചെയ്യാറ്, കാരണം ഒരുപാട് ആൾക്കാരുടെ റിസൾട്ട്സ് ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. Okay, എന്തായാലും താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.